ഞാൻ വീണ്ടും തേർഡ് ഗിയർ കൊടുക്കുകയാണ്. ഞാൻ നന്നായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഇപ്പോൾ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ക്ലച്ച് ഫുള്ളി ചവിട്ടി. ഇപ്പം നിങ്ങൾക്ക് നോക്കാം വണ്ടി റൺ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതേ തേർഡ് ഗിയർ കൊടുത്തു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വണ്ടി പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളിൽ പലപ്പോഴും മെയിൻ റോഡിലൊക്കെ വെച്ച് വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷൻസ് ഒരുപാട് ഉണ്ടാകാറുണ്ട്. ഇത് വലിയ അപകടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ റോഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ പെട്ടെന്ന് വണ്ടി ഓഫായി പോയാൽ മെയിൻ റോഡൊക്കെ ആണെങ്കിൽ തൊട്ടു പുറകിൽ മറ്റു വാഹനങ്ങൾ വരുന്നുണ്ടാവും. കൃത്യമായിട്ട് നമ്മളുടെ വാഹനത്തിന്റെ പുറകിൽ ഇടിക്കുകയും വലിയ അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ പലപ്പോഴും പല ആൾക്കാർക്കും വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് മാരുതി 800 ആണ്. പല ആൾക്കാരും വണ്ടി പഠിച്ചു തുടങ്ങുന്നത് മാരുതി 800-ലാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഗുണകരമാകും. വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ടെത്താം. ഏറ്റവും ആദ്യം നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇടുക. കൃത്യമായിട്ട് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം. ഇതൊരു ശീലമാക്കുക. ശീലമാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ വണ്ടിയിൽ കയറുമ്പോൾ ആദ്യം നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഇടും. ഓക്കെ, അപ്പോൾ അതൊരു ശീലമാക്കി ഇടുക. ഓക്കെ, നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നിലവിൽ വണ്ടിയുടെ ഗിയർ കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. ഇപ്പം ഞാൻ വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കാൻ പോവുകയാണ്. ഏറ്റവും ആദ്യം എൻ്റെ കാലൊന്ന് ബ്രേക്കിൽ വെക്കുന്നു. ക്ലച്ച് ചവിട്ടി വണ്ടിയുടെ ഗിയർ ഞാനൊന്ന് ന്യൂട്രാക്കുന്നു. ന്യൂട്രാക്കിയതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കാല് മാറ്റുന്നു. ബ്രേക്കിൽ മാത്രം കാല് വെച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നിലവിൽ വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു തരാം. നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടി ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പം ഞാൻ ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഗിയർ മുന്നോട്ട് കൊടുക്കുന്നു. അതായത് ന്യൂട്രലാണ് കിടക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് മാക്സിമം ചേർത്ത് പിടിച്ചുകൊണ്ട് മേളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ വീണു. ഇനി നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ക്ലച്ചിൽ നിന്ന് കാലയച്ച് വേണം വണ്ടി നിങ്ങൾ മുന്നോട്ടെടുക്കാൻ. ഒരു കാരണവശാലും ക്ലച്ച് മാത്രം റിലീസ് ചെയ്തുകൊണ്ടല്ല വണ്ടി എടുക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ടും ആക്സിലറേറ്ററും കൊടുത്തിരിക്കണം. ഇപ്പം ഞാൻ ആക്സിലറേറ്റർ ചെറുതായിട്ട് മുന്നോട്ട് കൊടുക്കുന്നു. ക്ലച്ചിൽ നിന്ന് ആ ഒരു ടൈമിങ്ങിൽ തന്നെ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലും അയക്കുന്നു. ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് കാല് അയക്കുന്നു. ഇപ്പോൾ വണ്ടി മെല്ലെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ വീണ്ടും വണ്ടി ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ക്ലച്ചിൽ എന്റെ കാല് ഫുള്ള് വന്നു. അതോടൊപ്പം തന്നെ ബ്രേക്ക് ചെയ്ത് ഞാൻ വണ്ടി നിർത്തി. എന്നാൽ വണ്ടി പഠിക്കുന്ന ബിഗിനേഴ്സ് വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ ഓഫായി പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ കൃത്യമായിട്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യും, ഫസ്റ്റ് ഗിയർ ഒക്കെ കൊടുക്കും. പക്ഷെങ്കിൽ നിങ്ങൾ ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കും. നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് കാല് അയക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നത് എന്തിനാണ്? വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ലോ ചെയ്യുവാനായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ആ ഒരു അവസരത്തിൽ നമ്മൾ ബ്രേക്കിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കുമ്പോൾ വണ്ടി കൃത്യമായിട്ട് ഓഫായി പോകും. കാരണം ക്ലച്ചിൽ നിന്ന് കാലയച്ച് വണ്ടിക്ക് റണ്ണിങ് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ബ്രേക്ക് ചെയ്ത് വണ്ടിയുടെ റണ്ണിങ് സ്റ്റോപ്പ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്ന് കാലയക്കരുത്. അതൊരു മണ്ടത്തരമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ സ്വയമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് എന്തിനാണ്? വണ്ടി സ്ലോ ചെയ്യുവാനായിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്യുവാനായിട്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നത് വണ്ടിക്ക് റണ്ണിങ് കൊടുക്കുവാനായിട്ടാണ്. ഈ രണ്ട് കാര്യം നമ്മൾ ഒരേ സമയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഇല്ല. നമ്മൾ വണ്ടി മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ നമ്മൾ ക്ലച്ചിൽ നിന്ന് കാലയക്കുകയും ആക്സിലറേറ്റർ കൊടുത്തുമാണ് നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കേണ്ടത്. ആ ഒരു അവസരത്തിൽ നമ്മൾ ബ്രേക്ക് ചെയ്താൽ കൃത്യമായിട്ടും വണ്ടി ഓഫായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ഒഴിവാക്കുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വണ്ടി റോഡിൽ ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ പലപ്പോഴും വണ്ടി ഓഫായി പോകാറുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ വണ്ടിയുടെ ഗിയർ ചേഞ്ച് റോഡിന്റെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നിങ്ങൾക്ക് മാറ്റുവാനായിട്ട് കഴിയുന്നില്ല. അതുകൊണ്ടാണ് വണ്ടി ഓഫായി പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു രീതി പറയാം. അതായത് നിങ്ങൾ ഒരു വണ്ടിയുടെ ഗിയർ ചേഞ്ച് ചെയ്യുന്ന അവസരങ്ങളിൽ, അതായത് നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ ഒക്കെ മുന്നോട്ട് കൊടുക്കുമ്പോഴും വണ്ടിക്ക് ചെറിയൊരു മൂവ്മെന്റ് കൊടുത്തതിന് ശേഷം ഓരോ ഗിയറും നിങ്ങൾ ഇടുവാനായിട്ട് ശ്രമിക്കുക. മൂവ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പം അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ നിലവിൽ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ വീണ്ടും തേർഡ് ഗിയർ കൊടുക്കുകയാണ്. ഞാൻ നന്നായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു. ഇപ്പോൾ വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ക്ലച്ച് ഫുള്ളി ചവിട്ടി. ഇപ്പം നിങ്ങൾക്ക് നോക്കാം വണ്ടി റൺ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഇതേ തേർഡ് ഗിയർ കൊടുത്തു. കാരണം എനിക്ക് ഇത്ര ഒരു സമയം കിട്ടി അടുത്തൊരു ഗിയർ കൊടുക്കുവാനായിട്ട്.
അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഗിയർ ഇടുവാനായിട്ടുള്ള ഒരു സമയം വരും. വണ്ടി പഠിക്കുന്ന തുടക്കക്കാർക്കുള്ള ഒരു പ്രശ്നമാണ്, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ട് ഗിയർ ഇടുമ്പോൾ പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ തെറ്റാതെ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഒരു ടൈമിങ്ങിൽ ശ്രദ്ധയോടെ ഇടുവാനായിട്ട് വണ്ടിക്ക് കുറച്ച് റണ്ണിങ് കൊടുത്താൽ നിങ്ങൾക്ക് അത് സാധ്യമാകും. ഞാനിത് വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുത്തായിരുന്നു, വീണ്ടും ഞാൻ ഒന്നും കൂടെ തേർഡ് ഗിയർ കൊടുക്കുകയാണ്. വണ്ടിക്ക് റണ്ണിങ് കൊടുക്കുന്നു. ഇതേ ഞാൻ ക്ലച്ച് ചവിട്ടി, ഇപ്പോഴും ഓൾറെഡി വണ്ടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ ഞാൻ തേർഡ് ഗിയർ കൊടുത്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇനി മറ്റൊരു ഗിയർ, ഫോർത്ത് ഗിയർ ഇടുമ്പോഴും ഈ ഒരു തരത്തിൽ നിങ്ങൾ മുന്നോട്ട് ഗിയർ ഇട്ട് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്യുന്ന അവസരങ്ങളിൽ വണ്ടി ഓഫ് ആകാതിരിക്കുവാനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുത്തു, വീണ്ടും സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. വണ്ടിക്ക് നല്ല മൂവ്മെന്റ് ആക്കി തേർഡ് ഗിയർ കൊടുത്തു, വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ് ആക്കി ഞാൻ ഫോർത്ത് ഗിയർ കൊടുത്തു. ഇനി നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഞാൻ ഫോർത്തിലാണ് പോകുന്നത്, ഞാൻ വീണ്ടും തേർഡ് ഗിയർ കൊടുത്തു. ഇതിപ്പോ ഞാൻ അഡ്വാൻസ് ആണ് ചെയ്തത്. അതായത് വണ്ടിക്ക് ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്, ഫോർത്ത് ഗിയറിൽ വണ്ടി പോകുവാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്തു. അതായത് ആ വൈബ്രേഷൻ വന്നതിന് ശേഷമല്ല, അത് വരുന്നത് മനസ്സിലാക്കി കുറച്ച് നേരത്തെ തന്നെ ഞാൻ ഗിയർ അഡ്വാൻസ് ആയിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് തേർഡ് ഗിയർ കൊടുത്തു. ഓക്കെ, ഇപ്പൊ തേർഡ് ഗിയറിൽ പോവുകയാണ്. ഇപ്പൊ മുന്നിൽ അവിടെയായിട്ട് ഒരു ഗട്ടർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ഇവിടുന്ന് തന്നെ സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തു. അതായത് ആ ഗട്ടറിന്റെ അടുത്ത് വന്നിട്ടല്ല സെക്കൻഡ് ഗിയർ കൊടുത്തത്, ഞാൻ കുറച്ച് നേരത്തെ തന്നെ സെക്കൻഡ് ഗിയർ കൊടുത്തു. ഇങ്ങനെ കൊടുത്താലുള്ള ഒരു ഗുണം, നമുക്ക് ആ ഗട്ടർ വരുന്ന അവസരങ്ങളിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഗിയർ കൊടുത്തത് കൊണ്ട് നമുക്ക് ശ്രദ്ധാപൂർവം ആ ഗട്ടർ ഇറങ്ങുവാനും വണ്ടി ഓഫ് ആകാതെ തന്നെ നമുക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. ഞാൻ വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ച് ചവിട്ടി വീണ്ടും ഗിയർ മുന്നോട്ട് കൊടുത്തു. അതായത് മൂവ്മെന്റ് കൊടുത്ത് ഓരോ ഗിയറും നമ്മൾ മുന്നോട്ടിടുക. ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അഡ്വാൻസ് ആയിട്ട് കുറച്ച് നേരത്തെ തന്നെ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഒരു വളവും ഒരു ചെറിയൊരു കയറ്റവുമാണ് വരുന്നത്, ഞാൻ തേർഡ് ഗിയറിലാണ് പോകുന്നത്. ഞാൻ നേരത്തെ തന്നെ സെക്കൻഡ് ഗിയർ അങ്ങ് കൊടുത്തു. വീണ്ടും മുന്നിലായിട്ട് ഒരു ഗട്ടർ വന്നു, ഞാൻ നേരത്തെ തന്നെ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. ഗട്ടറിനോട് വണ്ടി സമീപിക്കുന്നു. ഇപ്പോൾ ഗട്ടർ വന്നു, എനിക്ക് വളരെ സുഗമമായിട്ട് തന്നെ ഇപ്പോൾ ഈ ഗട്ടർ കയറി ഇറങ്ങുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ വണ്ടി മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ കുറച്ച് മൂവ്മെന്റ് കൊടുത്തതിന് ശേഷം മറ്റൊരു ഗിയർ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഗിയർ ഇടുവാനുള്ള ഒരു ടൈമിംഗ് കിട്ടും. വണ്ടി ഓഫ് ആകാതെ മറ്റൊരു ഗിയർ കൃത്യമായിട്ട് ഇടുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി പഠിക്കുന്ന തുടക്കക്കാരായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വണ്ടിയുടെ ഗിയർ തെറ്റാതെ കൃത്യമായിട്ട് ഇടുവാനുള്ള ഒരു സമയം നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന അവസരങ്ങളിൽ കൃത്യമായിട്ടും അഡ്വാൻസ് ആയിട്ട് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗിയർ ഇടുവാനുള്ള ഒരു ടൈമിംഗ് കിട്ടും. വണ്ടി ഓഫാകാതെ തന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുവാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വണ്ടി മുന്നോട്ട് എടുക്കുന്ന അവസരങ്ങളിൽ ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയച്ച് അതോടൊപ്പം തന്നെ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഒറ്റയടിക്ക് ക്ലച്ചിൽ നിന്ന് നിങ്ങൾ കാലയക്കരുത്. ഒറ്റയടിക്ക് കാലയച്ചാൽ സംഭവിക്കുന്നത് വണ്ടി കൃത്യമായിട്ടും ഓഫായി പോകും. ക്ലച്ചിൽ നിന്ന് മെല്ലെ കാലയക്കുകയും അതോടൊപ്പം തന്നെ ആക്സിലറേറ്റർ കൊടുത്ത് നിങ്ങൾ വണ്ടി മുന്നോട്ട് എടുക്കുവാനായിട്ട് ശ്രമിക്കുക. ബ്രേക്കിൽ കാല് വെച്ചുകൊണ്ട് നിങ്ങൾ ക്ലച്ചിൽ നിന്ന് കാലയക്കരുത്, കൃത്യമായിട്ടും വണ്ടി ഓഫായി പോകും. ഇതൊക്കെയാണ് വണ്ടി പഠിക്കുന്ന തുടക്കക്കാർക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്ന അവസരങ്ങളിലും വണ്ടി ഓഫായി പോകുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു അറിവ് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, കൂട്ടുകാരുടെ ഇടയിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.